ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പി തന്നെയാണ് കായ്ക്കറി. അപ്പോൾ നിങ്ങൾ ഈ പേര് കേട്ടിട്ട് വിചാരിക്കേണ്ട കറിയാന്നുള്ളത് കായ്ക്കറി പായസമാണ് കേട്ടോ. എന്തായാലും ബറാത്താവാനായിട്ട് അപ്പോൾ ബറാത്തിൻ്റെ സ്പെഷ്യലായിട്ട് ഇന്നും നമുക്കൊരു പായസം റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഈ ഒരു പായസം ഞാൻ കഴിഞ്ഞ വർഷം ബറാത്തിൻ്റെ സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു വീഡിയോ. പക്ഷേ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നിദാഷാസ് കിച്ചൺ എന്ന് പറയുന്ന ഫാമിലി ഒരു ചെറിയ ഫാമിലി ആയിരുന്നു. ഏതാണ്ട് ഒരു 25,000 സബ്സ്ക്രൈബർ അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചാനൽ തുടങ്ങിയിട്ട് അത്ര മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് ഫാമിലി എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും 3 ലക്ഷത്തിൽ പരം സബ്സ്ക്രൈബറുള്ള വലിയൊരു ഫാമിലി ആയില്ലേ. അപ്പോൾ നിങ്ങൾ പലർക്കും ഈ ഒരു റെസിപ്പി ആവശ്യം ഉണ്ടാവും. ഞാൻ ഇന്നലെ ഗോതമ്പ് പായസത്തിൻ്റെ റെസിപ്പി ഇട്ട സമയത്തും കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കായ്ക്കറിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ കരുതി ലിങ്ക് കൊടുക്കുന്നതിന് പകരം ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്നുള്ളത്, അതുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് ഐറ്റംസ് എടുത്ത് വെച്ചിട്ടുണ്ട് കായ്ക്കറിക്ക് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഈ ഒരു ബൗളിൽ പുഴുങ്ങലരി, അതുപോലെ തന്നെ കടലപ്പരിപ്പ്, പിന്നെ നമ്മുടെ പച്ചരിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പുഴുങ്ങലരി ഞാൻ 1/4 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം ഒരു 3-5 മണിക്കൂർ മുന്നേ നല്ല തിളച്ച വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള അരിയാണ് ഇത്. അതിനുശേഷം കഴുകിയിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ പുഴുങ്ങലരി അറിയാലോ, വീട്ടിലേതാണോ നിങ്ങൾ പൊതുവേ ചോറ് വെക്കാൻ യൂസ് ചെയ്യുന്ന ആ ഒരു അരി എടുത്താൽ മതി കേട്ടോ. എൻ്റെ വീട്ടിലിപ്പോൾ മട്ടയാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് മട്ട അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പ് നമ്മുടെ സാധാ കറി വെക്കുന്നതല്ല. പലർക്കും ഇന്നലത്തെ പായസത്തിൽ സംശയം ഉണ്ടായിന്. നമ്മൾ വട ചുടുന്ന പരിപ്പില്ലേ, ആ പരിപ്പാണ് കേട്ടോ കടലപ്പരിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതും ഒരു 1/4 കപ്പ് എടുത്തിട്ട് നല്ലപോലെ കഴുകിയതിന് ശേഷം ഒരു 1-1.5 മണിക്കൂറോളം കുതിർത്ത് വെച്ചാണ്. കടലപ്പരിപ്പ് കുതിർക്കണം നിർബന്ധമൊന്നുമില്ല, ഞാൻ ഇപ്പോൾ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/4 കപ്പ് പച്ചരിയാണ് കേട്ടോ. പച്ചരി എന്ന് പറയുമ്പോൾ നമ്മുടെ ദോശയുടെ സെയിം അരി, അതും ഇതുപോലെ നന്നായിട്ട് കഴുകിയിട്ട് ഒരു മണിക്കൂർ മുന്നേ അങ്ങനെ കുതിർത്ത് വെച്ചാൽ മതി. പച്ചരി പിന്നെ ഒരുപാട് സമയമൊന്നും അങ്ങനെ കുതിരാൻ വെക്കണ്ടല്ലോ. ഇനി നമ്മുടെ പുഴുങ്ങലരിയുടെ വെള്ളമൊക്കെ മൊത്തത്തിൽ കളഞ്ഞെടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ, ഒരുപാട് ചേർക്കേണ്ട, കാരണം നമുക്ക് നല്ല ടൈറ്റായിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണേ. അപ്പോൾ ഇതുപോലെ അരച്ചെടുത്ത് വന്നതിന് ശേഷം ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ നല്ല ടൈറ്റായിട്ടാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക, ഒരല്പം മാത്രം മതി. പിന്നെ നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. നമ്മുടെ പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടി അല്ലെങ്കിൽ ഒറോട്ടി പൊടി ഏതായാലും കുഴപ്പമില്ല. കുറച്ച് അരിപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ ഒറോട്ടിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ നിങ്ങളോട് ടൈറ്റാക്കി അരച്ചെടുക്കണം എന്ന് പറയാനുള്ള കാരണം നമുക്കിത് പിടി ഉരുട്ടിയെടുക്കാനുള്ള മാവാണ് കേട്ടോ. നമ്മുടെ ഈ കായ്ക്കറിയിൽ പിടി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, അത് ചെയ്തെടുക്കാനുള്ള. അതുകൊണ്ട് തന്നെ ലൂസായിട്ട് അരച്ചെടുത്ത് നമ്മൾ ഒരുപാട് പൊടി ചേർത്തതിന് കുറേ ക്വാണ്ടിറ്റി ആയിപ്പോൾ, അപ്പോൾ അത്രക്കൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ കുഴച്ചെടുക്കുന്ന സമയത്ത് കുറച്ചായിട്ട് അരിപ്പൊടി ചേർത്തിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് ഞാൻ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും മതി. അങ്ങനെ നമ്മുടെ പിടിയുടെ മാവ് റെഡിയായതിനു ശേഷം അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ അരി അരച്ച മിക്സിയുടെ ജാറ് കഴുകൊന്നും വേണ്ട കേട്ടോ, ഡയറക്റ്റ് അത് എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരി മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ വെള്ളമൊക്കെ കളഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരല്പം വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരണം, നല്ല ഫൈനായിട്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഈ ഒരു ലൂസിൽ അരച്ചെടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ ആദ്യം തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പായസം റെഡിയാക്കാൻ ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇനി നമുക്കൊരു കുക്കർ എടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള കടലപ്പരിപ്പ് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരല്പം വെള്ളവും ചേർത്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് കുറച്ച് മതി കേട്ടോ, വെള്ളം ഒരുപാടൊന്നും വേണ്ട. പിന്നെ ഒരു 2-3 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക, ഉപ്പ് ഒട്ടും കൂടാൻ പാടില്ല. എന്നിട്ട് കുക്കർ അടച്ച് വെച്ച് കൊടുക്കാം, നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇത് കുതിർത്ത് വെച്ചതായതുകൊണ്ട് തന്നെ ഒരൊറ്റ വിസിൽ മാത്രമേ വേവിക്കുന്നുള്ളൂ കേട്ടോ. അഥവാ നിങ്ങൾ കുതിർക്കാതെ ഡയറക്റ്റ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് 2 വിസിലടിച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് തേങ്ങാപ്പാലാണ്. അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടി ഞാനിവിടെ 2 ഓവർ വലുപ്പമില്ല കേട്ടോ, ഒരു ചെറിയ സൈസ് 2 തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് 1-ാം പാലും 2-ാം പാലും ആക്കിയിട്ട് എടുത്ത് മാറ്റി വെക്കാം, സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിവിടെ 2 ജഗ്ഗിലായിട്ട് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വലിയ ജഗ്ഗിലുള്ളത് 5 കപ്പ് 2-ാം പാലാണ് കേട്ടോ. അപ്പോൾ ആ ഒരു തേങ്ങ മൊത്തത്തിൽ അരച്ചെടുത്തതാണ്. പിന്നെ ഈ ഒരു ചെറിയ മഗ്ഗിലുള്ളത് 2 കപ്പ് അളവിൽ 1-ാം പാലും നല്ല കട്ടിയുള്ള 1-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തതിന് നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലുപ്പമുള്ള തേങ്ങാമുറിയൊക്കെ
ആണെങ്കിൽ ഒരു 1.5 തേങ്ങയോളം മതി കേട്ടോ, 2 എണ്ണം മൊത്തത്തിൽ എടുക്കണ്ട. ഇനി നമുക്ക് ഇതിലേക്കുള്ള പിടി, കായ്ക്കറിയുടെ പിടി ഉരുട്ടിയെടുക്കാം. അപ്പം ഞാൻ ഇതുപോലെ സ്റ്റീമറൊക്കെ ഒന്ന് ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം ഇതിൽ ഡയറക്റ്റ് തന്നെ നമുക്ക് പിടി ഉരുട്ടിയിട്ടതിന് ശേഷം ഒന്നിച്ച് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ ആദ്യം തന്നെ സ്റ്റീമറിൻ്റെ തട്ട് വെച്ചിട്ട് അതിലേക്ക് കുറച്ചൊന്ന് ഓയിലൊന്നും ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്, വെളിച്ചെണ്ണയൊന്നും എടുക്കാൻ പാടില്ലേ. അപ്പോൾ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇതിന് പകരം ഇലയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇല ഡയറക്റ്റ് വെച്ചിട്ട് അതിൽ ഉരുട്ടിയിട്ടാൽ മതി. അപ്പോൾ ഇതാ നല്ലപോലെ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഞാൻ ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെ ചെയ്യാം. ആദ്യം കയ്യിൽ കുറച്ചൊന്ന് ഓയിൽ തടവിയതിന് ശേഷം ഓരോരോ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് നമ്മുടെ അരി നേരത്തെ കുഴച്ച് വെച്ചില്ലേ ആ ഒരു മാവ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും. അപ്പോൾ ഇതാ നിങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. ഓരോരോ കുഞ്ഞുണ്ടയാക്കി എടുക്കുക. എന്നിട്ട് ഒന്ന് വിരൽ വെച്ച് റോൾ ചെയ്ത് താഴോട്ടേക്ക് വലിക്കുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് പെട്ടെന്ന് ഇതുപോലെ തട്ടി തട്ടി സ്റ്റീമറിലേക്ക് ഇട്ട് കൊടുക്കുക. സിമ്പിളാണ് കേട്ടോ. ഈ ഒരു നീളമുള്ള ഷേപ്പായിട്ടാണ് പിടി ഉരുട്ടിയെടുക്കേണ്ട. പായസത്തിൽ ഓവർ വലുപ്പാക്കിയിട്ട് ഉരുട്ടണ്ട. അപ്പോൾ നമുക്ക് പായസത്തിൽ നിന്ന് കടിക്കുമ്പോൾ അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവില്ല. കുഞ്ഞു കുഞ്ഞാകുമ്പോൾ കടിച്ചിട്ട് തിന്നാൻ വേണ്ടി നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്പീഡിൽ ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിൽ തന്നെ ചെയ്യാൻ വേണ്ടി നോക്കുക. ചിലവർ ഭയങ്കര വലുപ്പത്തിലൊക്കെ പിടി ഉരുട്ടുന്ന കാണാറുണ്ട്, പക്ഷെ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ലായിരുന്നു കടിക്കുന്ന സമയത്ത്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് വേവാൻ വേണ്ടിയിട്ട് കറക്റ്റ് 20 മിനിറ്റാണ് കേട്ടോ വേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന അരിക്കൊക്കെ വ്യത്യാസത്തിനനുസരിച്ചിട്ട് വേവിലും വ്യത്യാസം വരും. ഞാനിപ്പോൾ പുഴുങ്ങലരിയല്ല, ഇതിപ്പോൾ ഏതാണ്ട് 20 മിനിറ്റോളം മതി. അപ്പോൾ 20 മിനിറ്റിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പായസത്തിലേക്ക് കായ്ക്കറിയിലേക്ക് വേണ്ടുന്ന എല്ലാ ഐറ്റംസും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പിടിയൊക്കെ നന്നായിട്ട് വെന്തതിന് ശേഷം ചൂടാറിയതിന് ശേഷം ഞാൻ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ചൂടോടുകൂടി ചെറുങ്ങനെ ഒരു ഒട്ടിപ്പിടിച്ച പോലെ ഉണ്ടാവും. പിന്നെ നമ്മുടെ കടലപ്പരിപ്പ് വെന്ത് വന്നതിന് ശേഷം വെള്ളമൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ പച്ചരി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് ഈ ഒരു കായ്ക്കറിയിലേക്ക് വേണ്ടുന്ന ഐറ്റം എന്ന് പറയുന്നത്, ഇതിൻ്റെ പേര് കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, കായാണ് കേട്ടോ. അപ്പോൾ നേന്ത്രപ്പഴമാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഒരു നേന്ത്രപ്പഴം ഇതുപോലെ നീളത്തിൽ നമ്മൾ നടുവേ കീറുമല്ലോ, എന്നിട്ട് ചെറുതായിട്ട് 2ആയിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരു വലിയ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പഴം എടുക്കുമ്പോൾ കുറച്ചൊരു പഴുത്ത പഴം തന്നെ നോക്കിയെടുക്കുക കേട്ടോ, അപ്പോൾ ടേസ്റ്റ് കൂടുതലാവും. അപ്പോൾ ഇനി നമുക്ക് പായസം സെറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ നിങ്ങൾ ഏത് പാത്രത്തിലാണോ പായസം സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാൻ എടുക്കുക. അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 2-ാം പാലില്ലേ, 5 കപ്പ് അളവിൽ 2-ാം പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പച്ചരിയില്ലേ, ആ പച്ചരി ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ മൊത്തത്തിലായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ 1 കപ്പ് നിറയെ എടുത്തിട്ടില്ല കേട്ടോ, മുകളിലോളം എടുത്തിട്ടില്ല, കുറച്ചിട്ടായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ പഴമൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ മധുരം കൂടാം പഴത്തിലൊക്കെ. അതുകൊണ്ട് തന്നെ നോക്കിയിട്ട് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും സമയം ഞാൻ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേ നിൽക്കുക കേട്ടോ. കാരണം ഇതിൽ നമ്മൾ പച്ചരി ചേർത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ട പിടിക്കും കേട്ടോ, അവിടെ ഇവിടെയായിട്ട് കട്ടയായിട്ട് പോവും. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കണം. നിങ്ങൾ അവിടെ ഇവിടെ പോയി കളിക്കാനൊന്നും പാടില്ല കേട്ടോ ഈ ഒരു പായസം റെഡിയാക്കുമ്പോൾ. കാരണം നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം ഫസ്റ്റ് സ്റ്റേജൊക്കെ. പിന്നെന്താണ്, നിങ്ങൾക്ക് സംശയം ചിലർക്കൊക്കെ വരിക, ഇങ്ങനെ തേങ്ങാപ്പാൽ മാത്രമായിട്ട് തിളപ്പിച്ചെടുക്കുമ്പോൾ പിരിഞ്ഞു പോവില്ലേ എന്നുള്ളത്. ഒരിക്കലും പേടിക്കണ്ട കേട്ടോ, ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിയാൽ മതി, പിരിഞ്ഞു പോകുന്നില്ല. കാരണം നമ്മൾ പച്ചരിയും കൂടി ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ തിളച്ച് വരുന്നവരെ, ആ ഒരു പച്ചരി ഒന്ന് വെന്ത് കിട്ടാനുള്ള സമയം അത്രമാത്രം ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണുമ്പോൾ മനസ്സിലാവും നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമ്മുടെ പച്ചരി ഏതാണ്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ തന്നെ ഇതൊന്ന് കുറുകി വരും കേട്ടോ, കുറച്ചൊന്ന് ടൈറ്റായി വരും. ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് എന്താക്കണം എന്ന് വെച്ചാൽ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴയില്ലേ അത് മൊത്തത്തിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പഴം എടുക്കുമ്പോൾ കുറച്ചൊരു പഴുത്ത തന്നെ നോക്കിയിട്ട് എടുക്കുക, എങ്കിലേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പായസത്തിന്. പച്ച പോലത്തെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പായസത്തിൻ്റെ ടേസ്റ്റ് ആകപ്പാടെ മാറിപ്പോവും. അപ്പോൾ നമുക്ക് പഴവും ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾ ഇതും വെച്ചിട്ട് എവിടെയും പോയേക്കരുത്, ഇതിൻ്റെ അരിയെ തന്നെ നിൽക്കണം. കാരണം എങ്കിലേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇളക്കിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ പഴം ഓവർ വെന്തൊടയേണ്ട, ഒരു 1/4 വേവ് ആകുന്നവർ വെയിറ്റ് ചെയ്ത് ഏതാണ്ട് ഒരു 5 മിനിറ്റ് മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് നിൽക്കാം.
നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് തിളച്ച് വന്നിട്ട് പഴമൊക്കെ ഏതാണ്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ചിട്ടുള്ള പിടിയും അതുപോലെ തന്നെ കടലപ്പരിപ്പ് ഉണ്ടല്ലോ വേവിച്ച് വെച്ചിട്ടില്ല, അത് രണ്ടും ഒന്നിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. ഈ ഒരു കടലപ്പരിപ്പിലും നമ്മുടെ പിടിയിലൊക്കെ പഞ്ചസാരയുടെ മധുരമൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം. നല്ല പോലെ തിളച്ച് വരുന്നവരെ തന്നെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. ഈ ഒരു സമയത്ത് നമുക്കൊരു 2-3 നുള്ളി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം, ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കട്ടെ, എത്രത്തോളം മധുരം ഇനി ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ ഇതിൽ ഇനി എക്സ്ട്രാ ഒന്നും ചേർക്കുന്നില്ല, എനിക്കിത് കറക്റ്റാണ്. അപ്പോൾ നിങ്ങളെടുക്കുന്ന പായത്തിലൊക്കെ വ്യത്യാസം വരുമല്ലോ, അതുപോലെ തന്നെ മധുരത്തിലും വ്യത്യാസം വരും. അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക എത്രത്തോളം വേണമെന്നുള്ളത്. ഇനി ലാസ്റ്റ് നമുക്കിതിലേക്ക് ഇതുപോലെ നന്നായിട്ട് തിളച്ച് കുറുകി സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 1-ാം പാലില്ലേ, 2 കപ്പ് നല്ല കട്ടിയുള്ള 1-ാം പാല് മൊത്തത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1-ാം പാല് ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ പാല് ഒരുപാട് തിളക്കാൻ പാടില്ല കേട്ടോ. 1-ാം പാല് ചേർത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ചെറിയ രീതിക്ക് ഒരു ബബിൾസ് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റ് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മാത്രം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊട്ടും നിർബന്ധമില്ല, കാരണം കായ്ക്കറിയിൽ ഗോതമ്പ് പായസത്തിലൊന്നും പൊതുവേ നെയ്യൊന്നും ചേർക്കാറില്ല ആരും. പക്ഷെ ഞാൻ എപ്പോഴും ചേർക്കാറുണ്ട് കേട്ടോ, കാരണം ഒരു എക്സ്ട്രാ ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കിട്ടും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് നിർബന്ധം കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ, ഒട്ടും നിർബന്ധമായിട്ട് പറയുന്നില്ല. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പായസം റെഡിയായി കേട്ടോ. ചെറിയ രീതിക്ക് 1-ാം പാൽ ഒഴിച്ചതിന് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഓവർ തിളക്കാൻ പാടില്ല. ചെറുങ്ങനെ ഒന്ന് ബബിൾസ് വരാൻ തുടങ്ങുമല്ലോ, ആ ഒരു സ്റ്റാർട്ടിങ് ആണ് കേട്ടോ നല്ലത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം കിട്ടുക. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഒരു തിക്നെസ്സിലായിരിക്കണേ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കേണ്ട, ഓവർ ലൂസാവാൻ പാടില്ല. ഇനി നമുക്കിത് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കും. നമ്മൾ കുടിക്കാൻ സമയമാകുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഒന്ന് കുറുകി വരും. കായ്ക്കറി എന്ന് പറയുന്നത് പൊതുവേ ഓവർ ലൂസായിട്ട് നമ്മൾ ഇടിക്കില്ല, കുറച്ചൊരു കുറുകിയ ടെക്സ്റ്ററോട് കൂടി കോരി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. കുറച്ചൊന്ന് ചൂടാറുന്നവരെ സെറ്റാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കായ്ക്കറി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, കുറച്ചൊന്ന് ചൂടൊക്കെ ആറിയതിന് ശേഷം നല്ലപോലെ കുറച്ചുകൂടി കുറുകി വന്നിട്ടുണ്ട്, തിക്നെസ് കൂടിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ കറക്റ്റ് പരിവെന്ന് പറയുന്നത്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ ഇങ്ങനൊരു പായസം ട്രൈ ചെയ്യാതെ അവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടെ. അത്രയ്ക്ക് ടേസ്റ്റാണ്, വേറെ ലെവൽ തന്നെയാണ്. സിമ്പിളും ആണല്ലോ ചെയ്യാനായിട്ട്, ഒരുപാട് പണിയൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്